ചേച്ചി ചാസിനെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ ഹസ്ബൻഡിന് അസുഖമായിട്ട് വന്നപ്പോൾ പള്ളി ചെന്ന് അച്ഛനോട് പറഞ്ഞപ്പോഴത്തേക്കിന് ഇങ്ങനെ അസുഖമാണെന്നോ അപ്പം ചികിത്സ സഹായം വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനാണ് എന്നോട് ചാസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. അരമനെ കൊണ്ട് പൈസ അരമനെ കൊണ്ട് അപേക്ഷ വെക്കാൻ പറഞ്ഞു. അങ്ങനെ അരമനെ പോയി പൈസ അപേക്ഷ വെച്ച് അങ്ങനെ അന്നേരത്തെ എനിക്ക് ഹസ്ബൻഡിന് ചികിത്സയ്ക്ക് ആദ്യമേ പൈസ തന്നു. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ചാസിന് പിന്നെ ആൾക്കാരിവിടെ വന്നു ഇതിനെപ്പറ്റി എല്ലാം ചോദിച്ചറിഞ്ഞിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു ജീവിക്കാനൊരു സംരംഭം തരാൻ ഇങ്ങനെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഇച്ചിരി പൈസ തരാം, നിങ്ങളൊന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുന്നതും അവരെനിക്ക് പൈസ തരുന്നതും. ഞാൻ ആദ്യമേ അതുകൊണ്ട് തുണിക്കച്ചവടമാണ് ചെയ്തത്. പക്ഷെ തുണിക്കച്ചവടം ചെയ്തിട്ട് അതിനകത്ത് വലിയ ലാഭം ഇല്ലയെന്ന് കണ്ടപ്പം ആ പൈസയും അതിൻ്റെ കൂടെ കുറച്ച് പൈസയും കൂടി ഞാനിട്ട് കോഴിക്കോട് വന്നത് കോഴിയെ വാങ്ങിച്ചിട്ട്. ഓക്കെ, ഇപ്പൊ നിലവിൽ ഇപ്പം ചേച്ചി ചെയ്യുന്നത് എന്താണ്? ഇപ്പൊ ഞാൻ അംഗൻവാടി ഹെൽപ്പറാണ് ചങ്ങനാശ്ശേരിയിൽ. ഓക്കെ, കൂടെ കൂട്ടത്തില് ഇതും കൂടി കൊണ്ടുവന്ന് പോകുന്നു. ഇപ്പോ ഇത് രണ്ടുമാണ് ഇപ്പൊ ചേച്ചി ചെയ്തോണ്ട്. അപ്പൊ ചേച്ചി ഈ ചാസ് എന്ന സഹായം കൊണ്ട് ചേച്ചിക്ക് ഇപ്പം ബെനിഫിറ്റ് ഉണ്ടോ? ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ അതിലിപ്പോ കോഴി വളർന്നു വരുന്നതേ ഉള്ളൂ. വളർന്നു വന്നു വരുന്നത് കോഴി മുട്ടയിട്ട് കഴിയുമ്പോഴത്തേന് ആ മുട്ട വിറ്റ് ഒരു സൈഡ് ബിസിനസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പൊ അതാണ് ചേച്ചിയുടെ പ്ലാനിങ് അങ്ങോട്ടുള്ള പ്ലാനാണ്. അപ്പൊ ചേച്ചി അവര് പിന്നീട് വരും, ചാസുകാര് പിന്നീട് വല്ലതും വരികയോ ചേച്ചി സമീപിക്കുകയോ വല്ലതും ചെയ്തിരുന്നോ? ഇടയ്ക്ക് വിളിക്കും. പിന്നെ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ അകത്തൊരു കാര്യങ്ങളെല്ലാം സിസ്റ്ററിനെ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യും. പിന്നെ അത് കൂടാതെ സിസ്റ്റർ ഇവിടെ വന്നായിരുന്നു. പ്രാവശ്യം വന്ന് ഇതെല്ലാം കാണാൻ വേണ്ടി വന്നു. അന്ന് കണ്ടിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടിട്ട് പോയി. ഇനിയും അവര് സഹായം ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സംരംഭം നല്ല രീതിയിൽ പോകുന്നു അവർക്ക് കണ്ടു. അപ്പൊ അവരത് ഇഷ്ടപ്പെട്ടു. ഇനി അവർ മുന്നോട്ട് സഹായിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. നന്ദിയുണ്ട്.